നമസ്കാരം. സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് 4 കിലോമീറ്റർ മാറി പുളിയൂർക്കോണത്തിന് സമീപം കാവിൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലായിട്ടാണ്. അവിടെ പുതുതായിട്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ഏകദേശം 30ഓളം വില്ലകൾ ഉൾപ്പെടുന്ന ഒരു വില്ലയിൽ ഉൾപ്പെടുന്ന ഒരു പ്രീമിയം മീഡിയം ബഡ്ജറ്റ് വില്ലയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പം കാവിൻപുറം മെയിൻ റോഡിൽ നിന്ന് 50 മീറ്ററാണ് ഈ വില്ല വരെ എത്തുന്നതിനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. നമുക്ക് 5 മീറ്റർ റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഫ്രണ്ട് എലിവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 3.5 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ പ്രീമിയം വില്ല തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ എൻട്രൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. മനോഹരമായ ഒരു മോഡേൺ ടൈപ്പിലുള്ള ഒരു ഗേറ്റാണ് ഈ വീടിൻ്റെ എൻട്രൻസിന് നൽകിയിട്ടുള്ളത്. കാണുന്ന പോലെ തന്നെ വീടിന് മനോഹരമായ ഇൻബിൽറ്റായിട്ട് ഒരു കാർ ഷെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വലിയ കാറ് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് ഈ വീടിൻ്റെ ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് കൂടെ നൽകിക്കൊണ്ടാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് തയ്യാറാക്കിയിട്ടുള്ളത്. മുറ്റം മുഴുവനായിട്ട് മനോഹരമായ രീതിയിൽ ഇൻ്റർലോക്ക് നൽകിയിട്ടുണ്ട്. ചെറിയൊരു ഗാർഡനും ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഓപ്പൺ കാർ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. മനോഹരമായ ലപ്പോത്ര ടൈൽ കൊണ്ട് ആണ് ഈ സിറ്റ് ഔട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലും അത്യാവശ്യം പ്രൊഫൈൽസൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു സ്പേഷ്യസായി സിറ്റ് ഔട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഒരു 1.10 തേക്കിൽ തീർത്ത ഒരു ഡിസൈൻ വർക്കൊക്കെ നൽകിയ ഒരു തേക്കിൻ്റെ ഡോറാണ് എൻട്രൻസിന് നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ എൻട്രൻസ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു കോർണർ സോഫയൊക്കെ ഇടുവാനായിട്ട് സാധിക്കും. ഇൻറ്റീരിയർ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഒരു പോർട്ടബിൾ TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ലൈറ്റിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ TV നമുക്കിവിടെ മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. വളരെ പോർട്ടബിളായിട്ടുള്ള ഒരു 8 ചെയറൊക്കെ ഇടാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിച്ച ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു മനോഹരമായ പാർട്ടീഷൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റൊക്കെ നൽകി വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ കാണാം ഒരു ടേബിൾ ടോപ്പായിട്ടുള്ള ഒരു വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു ഇൻഡോർ പ്ലാന്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു അർദ്ധഗോളാകൃതിയിലുള്ള ഒരു മിറർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് WC പാനലൊക്കെ നൽകിയ വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച ഒരു ഏരിയ ആയിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വാഷ് ഏരിയ കഴിഞ്ഞാലാണ് നമുക്ക് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് അതിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും സ്പേഷ്യസായ രീതിയിൽ ക്രമീകരിച്ച ഒരു കിച്ചൺ തന്നെയാണ്. ഇവിടെ ഒരു ഫേബറിൻ്റെ ഒരു 60 സെൻറ്റിമീറ്ററിൻ്റെ ചിമ്മിനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് മുകളിലും താഴെയുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് പാറ്റേൺ ആണ് ഇവിടുത്തെ ചുവരുകൾക്കും ടോപ്പും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പുറത്തായിട്ടൊരു വർക്ക് ഏരിയയും ഈ കിച്ചനോടൊപ്പം ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12x11 ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം. വളരെ സ്പേഷ്യസായ ഒരു റൂമായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് അറ്റാച്ചായി തന്നെയാണ് ഈ റൂം നൽകിയിട്ടുള്ളത്. ഇൻറ്റീരിയർ എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് മനോഹരമായ ഒരു 3 ഡോറിൻ്റെ ഒരു കബോർഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ അതോടൊപ്പം തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ റൂമിൽ കബോർഡ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. മനോഹരമായ ഒരു കോർട്ട്യാർഡും ഒരു ഇൻഡോർ പ്ലാന്റ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമുക്ക് ഇൻവെർട്ടറിൻ്റെയും സ്റ്റോറേജ് സ്പേസുമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. മനോഹരമായ ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വുഡിൻ്റെ ടോപ്പും അയൺ ബാറുമായിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത വശത്തായിട്ട് നമുക്ക് ടി വി നൽകിയിട്ടുണ്ട്. വി ഗാർഡിൻ്റെ തന്നെയാണ് വയേഴ്സും ELCB MCB എല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഏകദേശം V-Guard തന്നെയാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 മീറ്ററിൻ്റെ സ്റ്റെപ്പാണ് നമുക്ക് ഈ സ്റ്റെയർ കേസിന് നൽകിയിട്ടുള്ളത്. ഒരു വെർട്ടിക്കൽ ഫർഗോളയും ടോപ്പിലും ഹാങ്ങിങ് ലൈറ്റിന് മുകളിലായിട്ട് ഒരു ഫർഗോള പ്രകാശത്തിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുന്നത് മനോഹരമായ വിശാലമായ ഒരു ലിവിങ് ഏരിയയിലാണ്. ഫസ്റ്റ് ഫ്ലോറിലും ഒരു ലിവിങ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമുക്കൊരു TV വയ്ക്കുവാനായിട്ടുള്ള ഒരു ചെറിയ ഒരു TV യൂണിറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്ഥല സൗകര്യമൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ലിവിങ് ഏരിയയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ലിവിങ്ങിൽ നിന്ന് ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഓപ്പൺ ബാൽക്കണിയാണ് ഈ വീടിൻ്റെ ലിവിങ്ങിൽ നിന്ന് പുറത്തേക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുകളും 2 ഓപ്പൺ ബാൽക്കണിയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നമുക്ക് ബാൽക്കണി ഉൾപ്പെടുന്ന ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നോക്കാം. ഇവിടെയും നമുക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു അറ്റാച്ച് ബാത്റൂമും നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ്. നമുക്ക് ഈ റൂമിനോട് ചേർന്ന് മനോഹരമായ ഒരു ഓപ്പൺ ബാൽക്കണിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ റൂമും തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റൂമിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയും അതുതന്നെയാണ്. അറ്റാച്ചായി ക്രമീകരിച്ച 3ാമത്തെ ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് 3 ഡോറിൻ്റെ ഒരു മനോഹരമായ കബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റാച്ചായി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഫോൾ സീലിങ്ങിൻ്റെ വർക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രീമിയം വില്ലയുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി നോക്കാം. വട്ടിയൂർക്കാവിൽ നിന്നും 3.5-4 കിലോമീറ്റർ മാത്രം മാറി പുളിയറക്കുണ്ടത്തിന് സമീപം കാവിൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3.5 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയെഴുപ്പിച്ചിട്ടുള്ളത്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 67 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളായ ഒരു റേറ്റാണ്. അപ്പോൾ ഈ വീട് വാങ്ങുവാനോ കാണുവാനോ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ഈ വീടിന് ലോൺ ഫെസിലിറ്റീസും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പം വീട് കാണുവാനോ വാങ്ങുവാനോ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.